നമ്മളെ മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ പുട്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ചെറുപയറും കടലയും ഒക്കെ നമുക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പുട്ടുകളിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. നമുക്ക് മാമ്പഴ പുട്ടുണ്ട്, അതുപോലെ ചെമ്മീൻ പുട്ട്, ഇറച്ചിപ്പുട്ട്, ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽപുട്ട്, അങ്ങനെ പുട്ടിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടിയ പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, തിന്നാനും നല്ല ടേസ്റ്റിയാണ്. നമ്മളെ പാൽപുട്ടൊക്കെ തന്നെ നമ്മളൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണത്. അതുപോലെ തന്നെ അമ്മമാർ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഈ വാട്ടിയ പുട്ട് എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു പുട്ടിന് കറീൻ്റെ ആവശ്യം പോലുമില്ല, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർക്കുന്നൊന്നുമില്ല, എന്നാലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടി കൊണ്ടോ അതുപോലെ മില്ലിൽ പൊടിച്ച പൊടി കൊണ്ടോ ഒന്നുമല്ല. ഞാൻ തലേന്ന് കുത്തരി കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഇതൊരു അരിപ്പയിൽ ഊറാനിട്ടിട്ടാണ് പുട്ടിന് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കടയിൽ നിന്ന് അങ്ങനെ പൊടിയൊന്നും വാങ്ങിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയിട്ട് കാണാം. അപ്പോൾ കുത്തരി എന്ന് പറയുന്നത് തന്നെ രണ്ട് വിധത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഉണ്ടമട്ട അതുപോലെ വടിമട്ട, അങ്ങനെ രണ്ട് തരത്തിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൽ വടിമട്ട കൊണ്ട് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും പുട്ട് വളരെയധികം സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രി കുതിർത്തിട്ട് പിറ്റേന്നത്തേക്ക് ഒന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് അരിപ്പയിൽ ഊറാനിട്ടതാണ്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ആ വെള്ളം ഒന്ന് ഊറാൻ വേണ്ടി മാറ്റി വെക്കണം. പിന്നെ അതിനുശേഷം നമ്മളിതാ കുറേശ്ശെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. പിന്നെ നല്ല മിക്സിയൊക്കെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട. പിന്നെ കുഴക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഉണ്ടയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ വെള്ളം കൂട്ടി കുഴക്കോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുഴച്ചിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോകണ്ട, നമുക്ക് അരിയിൽ ഉപ്പിൻ്റെ ആ ഒരു അംശം ഉണ്ടാകും, അതുകൊണ്ട് ഒരുപാട് കൂടി പോകണ്ട. പിന്നെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തും പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന വിധത്തിലൊന്ന് കുഴച്ച് കൊടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയൊക്കെ ആണെങ്കിൽ കുഴച്ച് വെച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഒന്ന് സോഫ്റ്റ് ആവാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കുഴച്ച പാടെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ പുട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ പുട്ട് കുറ്റിയിൽ അങ്ങ് ആവി നിറച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് കഴിഞ്ഞാൽ നമ്മളെ പുട്ട് റെഡിയാകും. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു കുറ്റിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ആ ഒരു കുറ്റി നമ്മൾ നേരെ പാത്രത്തിലേക്കല്ല തട്ടുന്നത്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ബാക്കി ആ പുട്ടിൻ്റെ പൊടിയിലേക്കാണ് തട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചൂടോടെ എന്തായാലും കൈവച്ച് ചെയ്യാൻ പറ്റില്ല, ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ആ പുട്ടിൻ്റെ പൊടിയും നമ്മൾ ഉണ്ടാക്കിയ പുട്ട് പൊടിച്ചതും കൂടി ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂടാറി നമ്മൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്നുള്ള ആ ഒരു വിധത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതാ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയിലുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ കട്ടയൊന്നും കിട്ടുമൊന്നുമില്ല ഇത്, കാരണം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് നമ്മൾ ഈ കുത്തിരി വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പുട്ടുകുറ്റിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വാരി നിറച്ച് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ തേങ്ങ നിറച്ചിട്ട് പുട്ടുകുറ്റിയിൽ വാരി നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വാട്ടിയ പുട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആദ്യം പുട്ട് ഉണ്ടാക്കുക, അതാണ് ഈ വാട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുട്ട് ഇതിലേക്ക് ആ പുട്ടിൻ്റെ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ആ പൊടി കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒന്ന് പുട്ട് വീണ്ടും ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാൻ. പിന്നെ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതാ പുട്ടുകുറ്റിയിൽ ഞാൻ വാരി നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ പുട്ട് ആയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കറീൻ്റെ കൂടെ കഴിക്കാം, ചെറുപയറോ കടലോ ഏത് വേണമെങ്കിലും നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ കറി വേണ്ടാന്നാണെങ്കിൽ അത് വെറുതെ കഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് പൊട്ടിച്ചാൽ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, സാധാരണ പുട്ടുണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങ് പൊട്ടി വരും, അത്രയും സോഫ്റ്റാണിത്. അതുപോലെ പപ്പടം, പഴം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പലതരത്തിൽ പുട്ടുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു പുട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും, കുട്ടികൾക്ക് പോലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കറീൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന്. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാണ്ട് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്